നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങൾ എന്തൊക്കെ തന്ത്രങ്ങൾ പ്ലാൻ ചെയ്താലും അതൊക്കെ ശരത്തേന്റെ മുമ്പിലേ മുനയൊടിഞ്ഞു പോകത്തേ ഉള്ളൂ. എന്തിനാ മോളെ സിദ്ധാർത്ഥം വിളിച്ചേ? ഞാൻ അങ്ങോട്ട് വിളിച്ചതാ അച്ഛാ. ചില കാര്യങ്ങള് നേരിട്ട് പറയണമെന്ന് തോന്നി. ശരത്തിന്റെ മലയാത്ര കഴിഞ്ഞാൽ നിത്യമായിട്ടുള്ള കല്യാണത്തിനുള്ള കളം വീണ്ടും ഒരുങ്ങും. ഇത്തവണ പൊന്നുമണി പോലീസും വനിതാ കമ്മീഷനൊക്കെ ആയിട്ടാണ് വരുന്നെങ്കിലോ? വരട്ടെ, അതും കൂടെ അനുഭവിക്കാം, അല്ലാതെന്താ? അങ്ങനെ അല്ല അച്ഛാ. അങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് മുൻപ് നിത്യ ശരത്തിനെ തിരിച്ചറിയണം. ശരത്ത് ആരാണെന്ന് എനിക്ക് തിരിച്ചറിയിക്കണം. വക്കീലിനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണമായിരുന്നു. ഓ, അതൊന്നും സാരമില്ല അച്ഛാ. കുളിക്കാതെ തന്നെ ഈറൻ ചുമന്ന അവസ്ഥയിലല്ലേ ഞാനിപ്പോ. അതുകൊണ്ട് തന്നെ എന്തായാലും നനഞ്ഞിറങ്ങി. അപ്പൊ പിന്നെ ശരിക്കും അങ്ങോട്ട് കുളിച്ചു കയറാം. അല്ലാതെ വേറെ നിവർത്തിയൊന്നുമില്ലല്ലോ. പോലീസ് സ്റ്റേഷനിലെ GD പത്മനാഭൻ സാറുമായിട്ട് ഞാൻ മോള് പറഞ്ഞ കാര്യം സംസാരിച്ചായിരുന്നു. അടുത്ത ദിവസം ഒരു നമ്പർ സംഘടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരുടെ അച്ഛാ? ക്രൈം ഡിറ്റാച്ച്മെന്റ് ബ്യൂറോയിലെ ഏതോ ഒരു ഉദ്യോഗസ്ഥൻ്റെ. കേസ് ഫയലൊക്കെ നോക്കി ചിലപ്പോൾ അദ്ദേഹത്തിന് നമ്മളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. 2 വർഷം മുമ്പ് ശരത്ത് ഏറ്റുവാങ്ങിയെന്ന് പറയുന്ന ആ ശവശരീരം ആരുടെയാണെന്നും എന്താണ് സംഭവിച്ചതെന്ന് അറിയാനും നമുക്ക് കഴിഞ്ഞേക്കുമെന്ന് പറഞ്ഞു. കുറച്ച് കൈമടക്ക് കൊടുക്കേണ്ടി വരും. എന്നാലും സാരയില്ലെന്നേ. മോള് പറഞ്ഞതുപോലെ ഞാനും അങ്ങ് തുനിഞ്ഞിറങ്ങുക. കരയിലിരുന്ന് കപ്പലോടിച്ചിട്ട് കാര്യമില്ലല്ലോ. അടുത്ത ആഴ്ച മലയ്ക്ക് പോവാന്നാ കരുതുന്നേ. നല്ല കാര്യം. അപ്പൊ അത് കഴിഞ്ഞ് ബാംഗ്ലൂർ പോവല്ലേ? സ്വാമിയേട്ടൻ ഭയങ്കര ഉത്സാഹത്തിലാണല്ലോ ബാംഗ്ലൂർ യാത്രക്ക്. എന്റെ പൊന്നു മേഡം, നമ്മുടെ ക്ലിനിക് ഒന്ന് വേഗം തുടങ്ങട്ടെ എന്ന് കരുതി. അല്ല, മലയ്ക്ക് പോയിട്ട് വന്നിട്ട് തുടങ്ങണതാ നല്ലത്. പമ്പാ ഗണപതിക്ക് ഒരു തേങ്ങ ഉടയ്ക്കണം, വിഘ്നങ്ങളൊക്കെ മാറണം. അതെ അതെ, വിഘ്നങ്ങൾ മാറണം. സാമ്പ്രാണിക്കുടിയിൽ വെച്ച് കെട്ടുനിറ നടത്താനാ തീരുമാനം. തീരുമാനിച്ചോ? അതെ, തീരുമാനിച്ചു. അതിനുള്ള ഏർപ്പാടും ചെയ്തു. തീരുമാനിച്ചു കഴിഞ്ഞെങ്കിൽ പിന്നെ എന്നോട് അഭിപ്രായം ചോദിക്കണോ? അതെ. ഇക്കാര്യത്തിൽ സ്വാമി ഏട്ടനോട് അഭിപ്രായം ചോദിച്ചില്ല. അയ്യോ, കെട്ട് നിറക്കി ഞാനും അവിടേക്ക് വരണല്ലോ എന്ന് ഓർത്തപ്പോ. അതിനെന്താ സ്വാമി, എന്റെ വീട്ടിൽ സ്വാമി ഇതിനു മുമ്പ് വന്നിട്ടില്ലേ? സ്വാമി പഴയ സ്വാമി അല്ലല്ലോ. തിരുവനന്തപുരം പഴയ തിരുവനന്തപുരം അല്ലായിരിക്കും, പക്ഷേ സ്വാമി പഴയ സ്വാമി തന്നെയാ മേഡം. അപ്പൊ പിന്നെ കെട്ട് നിറക്കേ സ്വാമിയും സാമ്പ്രാണിക്കൊടിക്ക് പോണം. അല്ല, മലയ്ക്ക് പോകുന്നുണ്ടെങ്കിലേ ഇരുമുടിക്കെട്ട് നമുക്ക് ഇങ്ങോട്ട് കൊറിയർ അയക്കാൻ പറ്റില്ലല്ലോ. നീ കൂടുതലൊന്നും സംസാരിച്ച് കാട് കയറണ്ട. സ്വാമി എന്ത് വേണമെന്ന് ഞാൻ പറഞ്ഞോളാം. അതുപോലെ സ്വാമി ചെയ്തോളൂ. അമ്മയും അമ്മാവനൊക്കെ വിളിച്ചിരുന്നോ നിരഞ്ജൻ? അമ്മ വരുന്നില്ല. അമ്മ വന്നാ പൊന്നുമണിയും കുഞ്ഞും ഒറ്റയ്ക്കായി പോകത്തില്ലേ? ശങ്കരമാവും വരുന്നുണ്ട്. എല്ലാം ഭംഗിയായി നടക്കട്ടെ. എന്തായാലും കെട്ടുനിറം കാണാൻ സാമ്പ്രാണിക്കുടിയിലേക്ക് ഞാൻ വരുന്നില്ല. അയ്യോ, അതെന്താ സർ? ഈ വയ്യാത്ത കാലം വെച്ച് അത്രയും ദൂരം യാത്ര ചെയ്താൽ അത് ശരിയാവില്ല. ഇതേ കാലം വെച്ച് തന്നെയല്ലേ ഡാഡി ഈ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നേ. എന്റെ വയ്യാഴിയുടെ ഗ്രാവിറ്റി നിനക്കാണോ അറിയാവുന്നത്? അയ്യോ, അപ്പൊ കെട്ടുനിറ സമയത്ത് സ്വാമി ഏട്ടനെ അനുഗ്രഹിക്കണ്ടേ? സ്വാമിയെ ഞാൻ സൗകര്യം പോലെ അനുഗ്രഹിച്ചോളാം. നീ നിന്റെ കാര്യം നോക്ക്. സ്വാമി വാ. എന്നതാ താടി ഇടം തിരിഞ്ഞോ? സാമ്പ്രാണിക്കൊടിയിലേക്ക് വരുന്നില്ലെന്ന് കേട്ടു. വരുന്നവര് വന്നാ മതി. ഓ,
അപ്പച്ചിക്കും വരാം. അയ്യോ, ഞാനും കള്ളുവണ്ടി ശങ്കരനും തമ്മിൽ ചേരത്തില്ല. മുന്നാളാ. അപ്പച്ചി അനുഗ്രഹിച്ചാ മതി. ആ, ഞാൻ 2 കൈയും തലയിൽ വെച്ച് നിന്നെ എന്നും അനുഗ്രഹിക്കാറുണ്ടല്ലോ. നിങ്ങൾക്ക് പുറത്തു പോണെന്നല്ലേ പറഞ്ഞേ? പോയിട്ട് വാ. ഇതിങ്ങനെ ബുൾഡോസർ പോലെ വഴിവിലങ്ങി നിൽക്കും. ഓ, അപ്പനോടുള്ള അരിശം അപ്പച്ചിയുടെ നെഞ്ചത്തേക്ക്. ഈ മുറ്റത്ത് പന്തലിട്ട് കെട്ടുനിറ നടത്താനായിരുന്നിരിക്കും താടിയുടെ ആഗ്രഹം. ഈ മുറ്റത്തിന് ഒരു പന്തലേ കെട്ടത്തുള്ളടി. നിന്റെ ഡാഡിക്ക് നീണ്ടു നിവർന്ന് കിടക്കാനുള്ള പന്തൽ. അല്ല, ഈ കെട്ടുനിറ കഴിഞ്ഞാ പിന്നെ ഉടനെ നിങ്ങളുടെ 2ാം കെട്ടല്ലേ? ഞങ്ങൾ ഞങ്ങളുടെ സൗകര്യം പോലെ കെട്ടുവോ കെട്ടിക്കോ ഒക്കെ ചെയ്തോളാം. അപ്പച്ചി അപ്പച്ചിയുടെ പാട് നോക്കി പോയേ. നിങ്ങൾ പോയിട്ടോ. അവളൊരു ഉത്തമ പത്നി. ഞാൻ ആ ഞൊണ്ടി ഒന്ന് കണ്ടിട്ട് വരാം. കുറച്ചെണ്ണ അവിടെയും കൂടി ഒഴിക്കാം. എരുത്തിയ ആള് കത്തട്ടെ. ആഹാ, എന്തൊരു ധിക്കാരമാണിത്. കെട്ടുനിറം സാമ്പ്രാണിക്കുടി. സാർ അതൊന്നും കാര്യാക്കണ്ട. കോയ്. ആ, എന്താ? ഒന്നുകൂടി നീട്ടിക്കൂവണമെന്നുണ്ടായിരുന്നു. അത് സെമിത്തേരി ചെന്ന് നിന്റെ കെട്ടിയോൻ ഡെന്നീസിന്റെ കല്ലറയ്ക്ക് അടുത്ത് നിന്ന് കൂവിയാ മതി. അവൻ എണീറ്റ് വന്നോളൂ. ആ, അത് വരും. മായാരഞ്ജിനി വന്ന് നിന്നതുപോലെ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പൊ കൂവാൻ തോന്നിയതേ നിങ്ങളുടെ ഓരോരോ പതനം കണ്ടിട്ടാ. എന്തു പതനം? നിങ്ങൾ പിന്നെ പടുകുഴിയിൽ വീണ് കിടന്നാലും പുഷ്പക വിമാനത്തിലാണെന്നല്ലേ പറയൂ. ആ, മോളോരോത്തടത്തായി തോപ്പിക്കുകയാണല്ലോ. ഇപ്പൊ അവള് കൃത്യ സാമ്പ്രാണിക്കൊടി വീട്ടിലെ പെൺകുട്ടിയായി. അതല്ലേ കെട്ടുനിറ അവിടെ. ആരെങ്കിലും എവിടെയെങ്കിലും കെട്ടുനിറച്ച് പോട്ടെ, അതിന് എനിക്കെന്താ? ആ, അങ്ങനെ പറഞ്ഞ് പരാജയം മറയ്ക്കാനല്ലേ കഴിയൂ. അവിടെ ചെന്ന് നിങ്ങൾക്ക് കാരണവര് കളിക്കാൻ പറ്റുവോ? ആ കള്ളി ശങ്കരനെടുത്ത് കായലിടും. ആ, ഞാനേ ഇപ്പൊ അവളോട് ചോദിച്ചു, ഡാഡിയുടെ സന്തോഷത്തിന് കെട്ട് നിറയ്ക്കാനുള്ള പന്തല് ഇവിടെ കെട്ടിയാ പോരേന്ന്. അപ്പൊ അവള് പറയാ, ഡാഡിക്കുള്ള പന്തലും മഞ്ചലും ഉടനെ വരുമെന്ന്.